കേരളമൊട്ടാകെ ഇപ്പോൾ ഷിഗല്ല ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ അവയർനെസ് ആണ്. ഷിഗല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഷിഗല്ലോസിസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ അസുഖം നമുക്ക് ബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ടൈമിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ കംപ്ലീറ്റ്ലി നമുക്ക് ഈ അസുഖത്തെ ഇല്ലാതാക്കാനായിട്ട് പറ്റും, പേഷ്യന്റിനെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് ഇത് എങ്ങനെ പകരുന്നു എന്ന് വെച്ചാൽ ഫീക്കൽ ഓറൽ റൂട്ടിലാണ് കൂടുതലായിട്ട് പകരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞിന്റെ ഡയപ്പർ മാറുന്ന സമയത്ത് ഇൻ കേസ് കുഞ്ഞ് അത് ഇൻഫെക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കൈ കഴുകിയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലും വായിലും ഒക്കെ വെച്ച് നമ്മുടെ ഉള്ളിലേക്ക് പോകും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഫീക്കൽ വായിലേക്ക് വരുന്ന ഇപ്പോൾ പറഞ്ഞ മലിനമായ വെള്ളം ഇതിൽ നിന്നൊക്കെയാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പിന്നെ കൂടുതലായിട്ട് ബാധിക്കുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരെയാണെന്ന് വെച്ചാൽ പ്രായം ചെന്നവരെയാണ്. കാരണം അവർ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവാണ്. കേരളത്തിൽ തന്നെ മരണനിരക്കുള്ളതും കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പനി പോലെ തന്നെയാണ്. പനിയോടനുബന്ധിച്ച് വയറിളക്കം വരാം, വയറുവേദന വരാം, ഛർദിൽ വരാം. വയറിളകുമ്പോൾ പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കാണും. കാരണം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിന്റെ ആയിരിക്കും, പുറത്തുനിന്ന് കഴിച്ചതിന്റെ ആയിരിക്കും, പഴകിയ ഫുഡിന്റെ ആയിരിക്കും എന്നൊക്കെ കരുതി നമ്മൾ നിസ്സാരമായിട്ട് കളയും. അങ്ങനെ കളയരുത്. ഈ പറയുന്ന വയറിളകുന്നതിന്റെ കൂടെ രക്തത്തിന്റെ മയമോ രക്ത കളറോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. മെയിനായിട്ട് ഇത് മരണത്തിലേക്ക് വരെ നയിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിർജ്ജലീകരണമാണ്. എന്ന് വെച്ചാൽ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം പെട്ടെന്ന് തന്നെ ഇത് ഇല്ലാതെയാക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് മരണം വരെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും കൈ നന്നായിട്ട് വാഷ് ചെയ്യുക, ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. മാക്സിമം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്ത് ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടുക.